ധന്യൻ ജോസഫ് പഞ്ഞിക്കാരനച്ചൻ. ചേർത്തലയ്ക്കടുത്തുള്ള ഉഴുവ ഗ്രാമത്തിൽ പഞ്ഞിക്കാരൻ കുടുംബത്തിൽ ചാക്കോ മറിയം ദമ്പതികളുടെ മൂന്നാമത്തെ മകനായി 1888 സെപ്റ്റംബർ 10 ജോസഫ് പഞ്ഞിക്കാരൻ ജനിച്ചു. ബാല്യത്തിൽ തന്നെ സാധാരണയിൽ കവിഞ്ഞ ബുദ്ധിസാമർഥ്യവും കർമ്മകുശലതയും ഔദച്ചൻ എന്ന കൊച്ചു ബാലനിൽ നിറഞ്ഞു നിന്നു. അതിനാൽ തന്നെ മാതാപിതാക്കന്മാരുടെ പ്രത്യേക പരിഗണന അവന് ലഭിച്ചു. 2 സഹോദരന്മാരും 3 സഹോദരിമാരും ഉണ്ടായിരുന്നു. ഔദച്ചന് 8 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപേ നാട്ടിൽ പരക്കെ ബാധിച്ച കോളറ പിടിപെട്ട് സ്നേഹമയ്യായ അമ്മ യാത്രയായി. തുടർന്ന് ഇളയ സഹോദരൻ 5-ാം വയസ്സിലും കുഞ്ഞു സഹോദരി 1 വയസ്സിലും ഈ ലോകത്തോട് യാത്ര പറഞ്ഞകന്നു. സ്നേഹത്തിന്റെ തലോടലുകൾ ഏറ്റുവാങ്ങേണ്ട ചെറുപ്രായത്തിൽ തന്നെ സ്നേഹമയ്യായ അമ്മയെയും സഹോദരങ്ങളെയും നഷ്ടപ്പെട്ട ആ കുഞ്ഞു മനസ്സ് എത്രമാത്രം വേദനിച്ചിരിക്കണം. 1906 ഔദച്ചൻ മെട്രിക്കുലേഷൻ പാസായി. അതിനുശേഷം കോളേജ് പഠനം തൃശ്ശിനാപ്പള്ളി സെന്റ് ജോസഫ് കോളേജിലായിരുന്നു. അവിടെ സേവനം ചെയ്യുന്ന ഈശോ സഭാംഗങ്ങളുടെ ജീവിതം ഔദച്ചനെ സ്വാധീനിക്കുകയുണ്ടായി. 1911 BA പാസായി. 1911 ഒക്ടോബർ 15 ഔദച്ചന് എല്ലാമെല്ലാമായിരുന്ന വത്സല പിതാവ് നിത്യതയിലേക്ക് യാത്രയായി. 1913 മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ബിരുദം നേടി. MA ബിരുദത്തിനായി തയ്യാറാക്കിയ പ്രബന്ധ വിഷയം മലബാറിലെ സുറിയാനി സഭ എന്നുള്ളതായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തിന് സഭയോടുള്ള അതിരറ്റ സ്നേഹം വെളിവാക്കപ്പെടുന്നതാണ്. ഔദച്ചന്റെ ജീവിതത്തെ ഏറ്റവും നിർണായകമായി സ്വാധീനിച്ചത് വിശാലമായ വീക്ഷണവും ആഴമേറിയ ആധ്യാത്മികതയുമുള്ള അദ്ദേഹത്തിന്റെ പിതാവ് പഞ്ഞിക്കാരൻ ചാക്കോ അച്ഛൻ തന്നെയായിരുന്നു. ആ പൈതൃകത്തിന്റെ ആഴവും പരപ്പും വിശുദ്ധിയും വെളിവാക്കാൻ പോരുന്നതാണ് പഞ്ഞിക്കാരനച്ഛന് പിതാവ് അയച്ച കത്തുകൾ. പ്രത്യേകിച്ച് തൃശ്ശിനാപ്പള്ളി കോളേജിലുള്ള പഠനവേളയിൽ പിതാവ് മകനയച്ച കത്തുകൾ. ആ സദുപദേശങ്ങളുടെ അമൂല്യ ശേഖരത്തിൽ നിന്ന് ഏതാനും വരികൾ. എന്റെ മകനെ, നിന്റെ സകല പ്രവൃത്തികളും ദൈവത്തെ പ്രതി അത്യുത്സാഹത്തോടെ ചെയ്തുകൊള്ളണം. വിശ്വാസം കൊണ്ട് ഒരു ത്രോണോസും, ക്ഷമ കൊണ്ട് ഒരു സക്രാരിയും, എളിമ കൊണ്ട് ഒരു കുസ്തോതിയും ഉണ്ടാക്കി അതിൽ ദൈവസ്നേഹമാകുന്ന ഈശോയെ സൂക്ഷിച്ച് കീഴ്വഴക്കവും പരസ്നേഹമാകുന്ന 2 വിളക്കും കത്തിച്ചു വയ്ക്കുക. ഈശോയുടെ തിരുഹൃദയത്തെ സദാ നിന്റെ ഉള്ളിൽ സൂക്ഷിക്കണം. എന്റെ മകനെ, നീ ഒരിക്കലും മനസ്സറിഞ്ഞ് ഒരല്പ പാപം പോലും ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ. അമലോത്ഭവ മാതാവിനോട് ദിനം പ്രതി സഹായം അപേക്ഷിക്കണം. എന്റെ മകനെ, ദൈവസന്നിധിയിൽ കറകൂടാതെ ജീവിക്കുക. സർവശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ പ്രതി സമസ്തവും ചെയ്തു ശീലിക്കുക. ദൈവത്തെ പ്രതി മരിക്കണമെങ്കിൽ മരിക്കാൻ സന്നദ്ധനാവുക. പരീക്ഷകളിലും മറ്റുമുണ്ടാകുന്ന വിജയം ദൈവം തരുന്നതാണെന്ന് ചിന്തിച്ച് സ്വയം താഴുക. ഒരിക്കലും നിഗളിക്കരുത്. ചെയ്യുന്ന സകല പ്രവൃത്തികളും ദൈവസ്തുതിക്കുന്ന ശുദ്ധനിയോഗത്തോടെ ചെയ്തുകൊള്ളണം. കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് ലഭിച്ച വിശ്വാസ ചൈതന്യവും സഭാസ്നേഹവും ആത്മീയതയും ജോസഫ് പഞ്ഞിക്കാരനെ പൗരോഹിത്യ വിളിയുടെ പശ്ചാത്തലമൊരുക്കി മുന്നോട്ട് നയിക്കുകയായിരുന്നു. അന്ന് കാലത്ത് കേരള സുറിയാനി സഭയിൽ MA ബിരുദം പൂർത്തിയാക്കിയവർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. MA ബിരുദം നേടിയ 1913 തന്നെ ശ്രീലങ്കയിലുള്ള ക്യാൻഡി സെമിനാരിയിൽ ജോസഫ് ചേർന്നു. കോളേജിൽ ലഭിച്ച ലത്തീൻ ഭാഷാ പരിജ്ഞാനം കണക്കിലെടുത്ത് 1.5 വർഷം കൊണ്ട് 3 വർഷത്തെ തത്വശാസ്ത്ര പഠനം പൂർത്തിയാക്കി. 4 വർഷത്തെ ദൈവശാസ്ത്ര പഠനം വിജയകരമായി പൂർത്തിയാക്കി ജോസഫ് 1918 ഡിസംബർ 21 വൈദിക പട്ടം സ്വീകരിച്ചു.
ക്രൂശിത രൂപത്തിന്റെ മുൻപിലായിരുന്നു കൊണ്ടുള്ള ദീർഘസമയത്തെ ധ്യാനം യേശുവിന്റെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം തിരിച്ചറിയുവാൻ ജോസഫ് അച്ഛനെ സഹായിച്ചു. പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ആദ്യ വർഷങ്ങളിൽ പ്രകടിപ്പിച്ച പ്രേക്ഷിത തീഷ്ണതയും ത്യാഗസന്നദ്ധതയും കണക്കിലെടുത്ത് അദ്ദേഹത്തെ എറണാകുളം വികാരിയത്തിലെ വേദപ്രചാര ഡയറക്ടറായി നിയമിച്ചു. പുതിയ പ്രേക്ഷിത രംഗം ജോസഫ് അച്ഛന് ഏറെ ഇഷ്ടപ്പെട്ടു. വേദപ്രചാര സംഘത്തിന്റെ ഇടവക യൂണിറ്റുകൾ സ്ഥാപിച്ച് ഓരോ യൂണിറ്റിലേക്കും ഉപദേശികളെ ആവശ്യമായ വിശ്വാസ പരിശീലനം നൽകി നിയോഗിച്ചു. അവരോടൊപ്പം വീടുകൾ സന്ദർശിച്ച് പാവപ്പെട്ടവരുടെ ഇല്ലായ്മകളും രോഗങ്ങളും ദാരിദ്ര്യവും തകർച്ചകളും അടുത്തറിയുവാൻ അദ്ദേഹത്തിനു കഴിഞ്ഞു. യേശുവിലുള്ള ജീവിതം പാവപ്പെട്ടവരുടെ സമഗ്ര വിമോചനത്തിന് ഉതകണം എന്ന ചിന്ത അച്ഛനിൽ ശക്തമായി വളർന്നു. ചേർത്തലയിൽ ധാരാളം സാധുക്കൾ ഉണ്ടായിരുന്നു. അവരുടെ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരം എന്ന നിലയിൽ അച്ഛൻ കയർ വ്യവസായം ആരംഭിച്ചു. ക്രിസ്തുമതത്തെ പറ്റി പഠിക്കുവാൻ താല്പര്യമുള്ളവർക്കായി ചേർത്തലയിൽ 1928 അച്ഛൻ ഒരു സത്യവേദാശ്രമം സ്ഥാപിച്ചു. ആശ്രമത്തോട് ചേർന്ന് യുവജനങ്ങളുടെ ഒരു വചനപ്രഘോഷണ സംഘടന തന്നെ അദ്ദേഹം രൂപപ്പെടുത്തി. അവർ സമീപ പ്രദേശങ്ങളിൽ സുവിശേഷ പ്രഘോഷണം നടത്തുകയും അതുവഴി അനേകർ ക്രിസ്തുവിനെ തിരിച്ചറിയുകയും ചെയ്തു. രക്ഷയുടെ സുവിശേഷം വാക്കുകളിലൂടെയും അതിലുപരി ജീവിതത്തിലൂടെയും പ്രഘോഷിക്കുവാൻ ഏറ്റവും ഉചിതമായ മാർഗം അദ്ദേഹം കണ്ടെത്തി. ദരിദ്രർക്ക് സദ്വാർത്ത അറിയിക്കുവാനെത്തിയ യേശുവിന്റെ അത്ഭുതങ്ങളിൽ ഒരു നല്ല ഭാഗം രോഗസൗഖ്യങ്ങളായിരുന്നു. ശരീരം വഴി ആത്മാവിലേക്ക് എന്ന പഞ്ഞിക്കാരനച്ഛന്റെ സമീപനം തന്നെ യേശുവിന്റേതാണ്. പ്രശസ്ത വചനപ്രഘോഷകനായിരുന്ന പഞ്ഞിക്കാരനച്ഛൻ കോതമംഗലം പ്രദേശത്തെത്തിയപ്പോൾ ദരിദ്രർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാനിടയായി. അവരുടെ ജീവിതക്ലേശങ്ങൾ സ്വന്തം ജീവിതക്ലേശങ്ങളായി മനസ്സിലാക്കിയപ്പോൾ ദൈവിക സ്വഭാവമായ അനുകമ്പ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് പ്രവഹിച്ചു. ചികിത്സ ലഭിക്കാതെ മരിക്കുന്ന സാധുക്കൾ, പ്രസവത്തോടുകൂടി മരിക്കുന്ന സ്ത്രീകൾ, രോഗവും മരണവും ഒരിക്കൽ കൂടി അച്ഛന്റെ മനസ്സിൽ വേദനയോടെ കടന്നുവന്നു. അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടത് ദൈവം തന്നെ ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്തമായി അദ്ദേഹത്തിന് തോന്നി. ക്രിസ്തുവിന്റെ കരുണയും സ്നേഹവും അനുകമ്പയുമെല്ലാം ദരിദ്രരായ മക്കളിലേക്ക് പകർന്നു നൽകുന്നത് ക്രൈസ്തവ ധാർമ്മികതയായി മനസ്സിലാക്കിയ അച്ഛൻ തങ്കളത്ത് 40 ഏക്കർ സ്ഥലത്ത് 1934 ആരംഭിച്ച ആശുപത്രി അച്ഛന്റെ വിശാലമായ കാഴ്ചപ്പാടിന്റെയും സാഹസികതയുടെയും അതിലുപരി ദൈവസ്നേഹ ജ്വലനത്തിന്റെയും സംഘാടക മികവിന്റെയും പ്രതിഫലനമായിരുന്നു. ദൈവപരിപാലനയാൽ രോഗീ ശുശ്രൂഷയ്ക്കായി അച്ഛൻ ആരംഭിച്ച സ്ഥാപനത്തിന്റെ തുടർച്ചയായിരുന്നു 1944 ജന്മം കൊണ്ട ധർമ്മഗിരി MSJ സന്യാസിനി സമൂഹം. അദ്ദേഹം സ്ഥാപിച്ച MSJ സന്യാസിനി സഭ ഇന്ന് 80ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. രോഗീ ശുശ്രൂഷയിലൂടെ അതിനായി ഏറ്റെടുത്ത ത്യാഗങ്ങളിലൂടെ MSJക്ക് രൂപം നൽകുവാൻ പോരുന്ന ഒരു പിതാവ് ജനിക്കുകയായിരുന്നു. രാപകലില്ലാത്ത കഠിനാധ്വാനങ്ങൾക്കിടയിൽ വർഷങ്ങളായി തനിക്കുണ്ടായിരുന്ന പ്രമേഹവും പ്രഷറും ഒന്നും വകവയ്ക്കാതെ തന്നെ അദ്ദേഹം രോഗികൾക്കും സാധുജനങ്ങൾക്കും വേണ്ടി അഹോരാത്രം അധ്വാനിച്ചു. അതോടൊപ്പം 1948 ചെറിയ തോതിലുള്ള നെഞ്ചുവേദനയും അദ്ദേഹത്തിന്റെ ശരീരത്തെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നു. 1949 നവംബർ 4 വെള്ളിയാഴ്ച സിസ്റ്റേഴ്സിന് മാസധ്യാനം നടത്തുകയായിരുന്നു. തലേ ദിവസം രാത്രിയിൽ 2 മണിക്കൂർ നീണ്ടുനിന്ന ശക്തമായ നെഞ്ചുവേദനയുടെ അവശതയുണ്ടായിരുന്നു. എങ്കിലും ഈശോയുടെ തിരുഹൃദയം എന്ന ധ്യാന വിഷയം ജ്വലിക്കുന്ന ദൈവസ്നേഹത്തോടെ അദ്ദേഹം അവതരിപ്പിച്ചു.
ധ്യാന പ്രസംഗത്തിനിടയിൽ അസ്വസ്ഥതകൾ ഉണ്ടായെങ്കിലും അദ്ദേഹം വീണ്ടും മാസധ്യാനം തുടരുകയാണ് ഉണ്ടായത്. മരണം ധ്യാന വിഷയമാക്കി അദ്ദേഹം സിസ്റ്റേഴ്സിന് ക്ലാസ് എടുത്തു. MSA സന്യാസിനി സമൂഹത്തിന്റെ ആദ്യ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഇൻഫന്റായെ വിളിച്ച് സമൂഹത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ബഹുമാനപ്പെട്ട പഞ്ഞിക്കാരനച്ഛൻ അന്നെടുത്തു പറഞ്ഞ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അച്ഛന്റെ ആധ്യാത്മികതയുടെ അങ്ങേയറ്റം വെളിപ്പെടുത്തുന്നതാണ്. കുഞ്ഞെ, എന്റെ മനസാക്ഷി എല്ലാ കാര്യത്തിലും ശുദ്ധമാണ്. ഇന്ന് മരിക്കേണ്ടി വന്നാലും ഞാൻ അതിന് തയ്യാറാണ്. കുഞ്ഞെ, ഞാൻ രോഗിയായി ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിച്ച് സ്വർഗത്തിൽ പോകുന്നതാണ്. സഭയ്ക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ എനിക്ക് സാധിക്കും. എനിക്കെന്തെല്ലാമുണ്ടോ അത് സഭയ്ക്കുമുണ്ട്. ആ നവംബർ 4 രാത്രി 7:45 നെഞ്ചുവേദന കൂടുതൽ ശക്തിപ്പെട്ടപ്പോൾ ചുറ്റും കൂടി നിന്നവരെ നോക്കി അച്ഛൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, യൗസേ പിതാവ് നിങ്ങളെ നോക്കിക്കൊള്ളും. ഈശോയുടെ തിരുഹൃദയത്തിന് നിങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. ദൈവകരുണയുടെ വലിയ പ്രവാചകനായിരുന്ന ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ 1000 നന്മകൾ പൂക്കളായി വസന്തങ്ങളായി ഭൂമിയിലേക്ക് പൊഴിക്കുവാൻ സ്വർഗീയ ആരാമത്തിലേക്ക് പറിച്ചു നടപ്പെട്ടു. ജൂലൈ 18 ജോസഫ് പഞ്ഞിക്കാരനച്ഛനെ ദൈവദാസനായി നാമകരണം ചെയ്തു. ദൈവദാസൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛന്റെ വിശുദ്ധ പദവിയിലേക്കുള്ള നടപടിക്രമങ്ങൾ റോമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവദാസൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛന്റെ വീരോചിതമായ പുണ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പ 2025 ഡിസംബർ 18 അദ്ദേഹത്തെ ധന്യനായി പ്രഖ്യാപിച്ചു. ആ പുണ്യപിതാവിൽ വിളങ്ങി നിന്നിരുന്ന ദൈവസ്നേഹാഗ്നി അനുകമ്പയുടെയും സ്നേഹത്തിന്റെയും കെടാവിളക്കുകളായി എന്റെ കൊച്ചു ഹൃദയത്തിലും ജ്വലിക്കുവാൻ ഇടയാകട്ടെ. ആ പുണ്യപിതാവിന്റെ മാധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം. ധന്യൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛന്റെ നാമകരണത്തിനുള്ള ജപം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങേ ദാസനായ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ വഴി തിരുസഭയ്ക്കും സമൂഹത്തിനും അങ്ങു നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ധന്യൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛനിൽ വിളങ്ങിയിരുന്ന വിശ്വാസം, വിശുദ്ധി, സ്നേഹം, എളിമ എന്നീ സുകൃതങ്ങളാൽ ഞങ്ങളെയും ധന്യരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പഞ്ഞിക്കാരനച്ഛന്റെ നാമകരണ നടപടികളെ അങ്ങേ പക്കൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവയെ അനുഗ്രഹിച്ച് ധന്യൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛനെ എത്രയും വേഗം തിരുസഭയിൽ വിശുദ്ധനായി നാമകരണം ചെയ്യപ്പെടാൻ അങ്ങ് തിരുമനസ്സാകണമേ. പഞ്ഞിക്കാരനച്ഛന് മാധ്യസ്ഥം വഴി ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രത്യേക ആവശ്യങ്ങൾ മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. ഞങ്ങൾക്കു നൽകി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.